വിശുദ്ധ നഗരമായ ജെറൂസലേം യഥാർത്ഥത്തിൽ ആർക്ക് ലഭിക്കേണ്ടതാണ്? യഹൂദനോ, ക്രിസ്ത്യാനിക്കോ, മുസ്ലിങ്ങൾക്കോ? അച്ഛാ, നമ്മുടെ നാട്ടിലെ പലസ്തീൻ അനുകൂലികൾ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കുന്ന അതിക്രൂരന്മാരെന്ന് പറയുന്ന ഇസ്രായേലികൾ പിടിച്ചെടുത്ത ജെറുസലേം, അവിടെയുള്ള ടെമ്പിൾ മൗണ്ടും മോസ്കുകളും ഇന്നും ഭരിക്കുന്നത് ജോർദാനിലെ വഖഫ് ബോർഡാണ് എന്ന് പറയുമ്പോൾ എന്താണച്ചാ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? 1974 പലസ്തീനയുടെ ഔദ്യോഗിക വക്താക്കളായിട്ട് PLO, പാലസ്റ്റൈൻ ലിബറേഷൻ ഓർഗനൈസേഷനെ ഇന്ത്യ, അതായത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന അംഗീകരിച്ചു. 1988 പലസ്തീനായെ നമ്മളൊരു രാജ്യമായിട്ടും അംഗീകരിച്ചു. നമ്മുടെ പ്രതിനിധിയൊക്കെ റമദാനിലൊക്കെ ഉണ്ട്. നമ്മൾ അവരുമായിട്ട് ഒത്തിരി പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ PLOയെ 2006 ഈ ഹമാസ് ഗാസയിൽ അധികാരത്തിൽ വരുന്നു. എന്നിട്ട് ഗാസയും വെസ്റ്റ് ബാങ്ക് 2 ഭാഗമുണ്ടല്ലോ. ഗാസയിൽ നിന്ന് 2007 ഈ PLOയെയും പാലസ്തീൻ അതോറിറ്റിയൊക്കെ ഗാസയിൽ നിന്ന് പുറത്താക്കുന്നു. ഹമാസ് നമ്മൾ പറഞ്ഞല്ലോ ISൻ്റെ ഒരു വിങ്ങാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഈ ഹമാസിന് കൈയടിക്കുന്നത് ഇവർ IS ആയതുകൊണ്ടാണോ അതോ കാര്യം അറിയാഞ്ഞിട്ടാണോ? ചരിത്രത്തിൻ്റെ ഭാഗമായതും 3 മതവിഭാഗങ്ങളുടെ പുണ്യ നഗരമായി കണക്കാക്കപ്പെടുന്നതും മധ്യ പൂർവ്വദേശത്തെ പുരാതന നഗരം. അതെ, പറഞ്ഞു വരുന്നത് ജെറുസലേം എന്ന പുണ്യ നഗരത്തെക്കുറിച്ച്. 3000 വർഷത്തെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ജെറുസലേം നഗരത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണ്? ക്രിസ്തുവിന് മുൻപ് 10-ാം നൂറ്റാണ്ടിൽ ദാവീദ് രാജാവ് മുതൽ ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വിശുദ്ധമായ നഗരം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സുവിശേഷം പ്രഘോഷിക്കുകയും പീഡ സഹിക്കുകയും മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്ത അതിവിശുദ്ധ നഗരം. ജെറുസലേമിൻ്റെ ചരിത്രം, എങ്ങനെ മുഹമ്മദിയർ അത് വിശുദ്ധ നഗരമാക്കി, ഇന്നുള്ള ജെറുസലേമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മോടൊപ്പം സംവദിക്കുവാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തറേക്കടവിലച്ചനാണ്. തുറന്നു പറഞ്ഞ് തറേക്കടവിലച്ചൻ. അച്ഛാ, ഇന്നുള്ള ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളിൽ ഏറ്റവും ഡിസ്പ്യൂട്ടിംഗ് പോയിൻ്റാണ് ജെറുസലേം. ഒന്ന് പ്രേക്ഷകർക്ക് ജെറുസലേമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു വെക്കാം. ഷക്കീന പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. ഇന്ന് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം നടക്കുന്നതിനകത്ത് ജെറൂസലേം എന്ന് പറയുന്നത് വലിയൊരു ഡിസ്പ്യൂട്ടിംഗ് പോയിൻ്റാണ്. തർക്കം തീരാതെ കിടക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം രണ്ടുപേരും ഇത് ക്യാപിറ്റലായിട്ട് വേണം, തലസ്ഥാനമായിട്ട് വേണമെന്ന് അവകാശപ്പെടുന്നു. ഈ ജെറൂസലേമിൻ്റെ ജോഗ്രഫി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് ഈ ചർച്ചയിലോട്ട് കയറുന്നതിന് മുമ്പ് നല്ലതാണ്. ജെറൂസലേം നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാം. ഒന്നാമത്തത് വെസ്റ്റ് ജെറൂസലേം എന്ന് പറയാം. വെസ്റ്റ് ജെറൂസലേം എന്ന് പറയുന്നത് 1948 അറബ് ഇസ്രായേലി വോറിൻ്റെ സമയത്ത് ഈ ജെറൂസലേമിൻ്റെ ഈ പഴയ കാലത്തുള്ള ജെറൂസലേമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കിടക്കുന്ന പുതിയ സിറ്റിയാണ്, മോസ്റ്റ് മോഡേൺ സിറ്റിയാണ്. ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ജീവിത സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. മാത്രമല്ല ഇസ്രായേലിൻ്റെ പാർലമെൻറ്റായിട്ടുള്ള ക്നെസറ്റ്, അവരുടെ വലിയ വലിയ ഓഫീസുകൾ കാര്യങ്ങളെല്ലാം അവിടെയാണ്. ഏറ്റവും ഡെവലപ്പ് ചെയ്തൊരു സ്ഥലമാണ് ഈ വെസ്റ്റ് ജെറൂസലേം എന്ന് പറയുന്നത്. അതാണ് ജെറൂസലേമിൻ്റെ ക്യാപിറ്റൽ. പക്ഷേ നമ്മളും ഒത്തിരി രാജ്യങ്ങളൊന്നും അത് അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രം. പക്ഷേ അവരുടെ ക്യാപിറ്റൽ അതായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. അവിടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓൾഡ് സിറ്റിയാണ്. ഓൾഡ് സിറ്റി എന്ന് പറയുന്നത് ഈ ചരിത്രപരമായ ജെറൂസലേമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കൊള്ളുന്നതാണ്. ഓൾഡ് സിറ്റി നമുക്കിന്ന് കാണാൻ കഴിയുന്നത് 4018 മീറ്റർ നീളമുള്ള ചുറ്റുമുള്ള മതിലുള്ള, ഇത് ഈ ഓട്ടോമാൻ തുർക്കികൾ 1537 മുതൽ 41 വരെയുള്ള കാലഘട്ടങ്ങളിൽ പണിതതാണ് ഇന്ന് കാണുന്ന മതിൽ. അതിനകത്ത് 4 ക്വാർട്ടറുകളുണ്ട്. ഒന്ന് ഒരു മുസ്ലിം ക്വാർട്ടറാണ്, ഒന്ന് അർമേനിയൻ ക്രിസ്ത്യൻ ക്വാർട്ടറാണ്, മറ്റൊന്ന് ക്രിസ്ത്യൻ ക്വാർട്ടർ എന്നറിയപ്പെടും, വേറൊന്ന് യഹൂദരുടെ ക്വാർട്ടർ എന്നറിയപ്പെടും. അതിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ട് കാണുന്ന 488 മീറ്റർ നീളവും 315 മീറ്റർ വീതിയുമുള്ള വലിയ ഒരു കോംപ്ലക്സാണ് ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത്.
അതിൻ്റെ മുകളിലാണ് ദേവാലയം ഉണ്ടായിരുന്നത്, പഴയ ജെറൂസലേം ദേവാലയം. ആ ടെമ്പിൾ മൗണ്ട് ഈ പറയുന്ന ഭിത്തി കെട്ടി പൊക്കിയിരിക്കുന്നത്, നമ്മൾ വലിയ മുറ്റം കെട്ട് പോലെ ഭിത്തി കെട്ടി പൊക്കിയിരിക്കുന്നതാണ്. അതിന് നമുക്ക് ഇന്ന് കാണുമ്പോൾ ഏറ്റവും മുകൾ ഭാഗത്ത് വടക്ക് ഭാഗത്ത് 10 മീറ്റർ പൊക്കം ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ ഭാഗത്ത് 32 മീറ്റർ പൊക്കമുണ്ട്. അത്രയും പൊക്കത്തിൽ ഇത് പഴയ യഹൂദർ കെട്ടിപ്പൊക്കിയതും അതിൻ്റെ അവസാന എൻഡ് ഭാഗം വലിയ പഴയ ഈശോ ജനിക്കുന്ന കാലത്തുള്ള ഹെറോദസ് കെട്ടിയതുമാണ്. അതിൻ്റെ മുകളിലായിരുന്നു ജെറൂസലേം ദേവാലയം ഉണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ മുകളിലുള്ളത് അൽ-അക്സ മോസ്കും ഡോം ഓഫ് ദ റോക്കുമാണ്. ഇതിൻ്റെ ഈ പറയുന്ന ചുറ്റി 3 ഭാഗവും ഭിത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറ്റം കെട്ടിപ്പൊക്കിയിരിക്കുന്നതിൻ്റെ ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിലാണ് യഹൂദർ ഇന്ന് ഏറ്റവും വിശുദ്ധമായിട്ട് കണക്കാക്കുന്നത്. അവരപ്പോൾ അത് 12 മീറ്റർ 20 മീറ്റർ താഴെയാണ് നിൽക്കുന്നത്. ഈ ടെമ്പിൾ മൗണ്ട് വലിയൊരു പ്ലാറ്റ്ഫോമാണ്, അതിൻ്റെ താഴെ അതാണ് വിശുദ്ധ സ്ഥലമായിട്ട് യഹൂദർ കണക്കാക്കുന്നത്. ഇനി ഈ ഓൾഡ് സിറ്റിയിൽ മറ്റ് സ്ഥലങ്ങളും കാര്യങ്ങളും 4 ക്വാർട്ടറുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നെ കിഴക്ക് ഭാഗത്തേക്കുള്ളതിനാണ് ഈസ്റ്റ് ജെറൂസലേം എന്ന് പറയുന്നത്. ഇത് അന്ന് ഈ 67 ജോർദാൻ്റെ അധീനയിൽ വന്ന സ്ഥലമാണ്. അതായത് 48-67 കാലഘട്ടങ്ങളിൽ ഈ അറബ് ഇസ്രായേൽ വാറുണ്ടായപ്പോൾ ജോർദാൻ പിടിച്ചെടുത്ത ഭാഗമാണ്. 67 ഈ ഭാഗങ്ങൾ ഇസ്രായേൽ ഇവരുടെ വരുതിയെ കൊണ്ടുവരുന്നത്. ഇനി ഈ ജെറൂസലേമിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ BC 1000 10-ാം നൂറ്റാണ്ടിൽ ഈ കാനാനിലെ ചെറിയൊരു ഗോത്രമായിരുന്ന ജബൂസിയരിൽ നിന്നാണ് ദാവീദ് ഈ സ്ഥലം പിടിച്ചെടുക്കുന്നത്. അങ്ങനെ പിടിച്ചെടുത്തതിന് ശേഷം ദാവീദ് അത് തൻ്റെ ഭരണകേന്ദ്രമാക്കി മാറ്റുകയും ഈ പുറപ്പാടിൻ്റെ കാലത്തുണ്ടായിരുന്ന അവരുണ്ടാക്കിയ ദൈവസാന്നിധ്യത്തിൻ്റെ കൂടാരം അവിടെ കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്തു ജെറൂസലേമിൽ. ദാവീദിന് ശേഷം സോളമൻ വന്നപ്പോൾ സോളമൻ അവിടെ ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പിൾ മൗണ്ടിൽ മുകളിൽ ആദ്യ ദേവാലയം 959 BC നിർമ്മിച്ചു. അതിനുശേഷം 930 ഈ രാജ്യം 2ആയിട്ട് പിരിഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയാം. പിരിഞ്ഞ അവസരത്തിൽ ഈ ജെറൂസലേം യൂദ എന്ന് പറയുന്ന തെക്കൻ രാജ്യത്തിൽ തലസ്ഥാനമായിട്ട് തുടർന്നു. 587 BC ആയപ്പോൾ ബാബിലോൺ രാജാവായ നെയോ ബാബിലോണിയൻ എംപയറായിരുന്ന നെബൂഖദ്നേസർ 2ാമൻ രാജാവ് ഈ യൂദായെ നശിപ്പിക്കുകയും ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഒരു 48 വർഷക്കാലത്തോളം ഇവർ ബാബിലോണിലായിരുന്നു. BC 539 പേർഷ്യൻ രാജാവായ സൈറസ് ഈ ബാബിലോൺ കീഴ്പ്പെടുത്തിയപ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ഇവർ തിരിച്ചു വന്ന് ഈ സ്ഥലത്ത് തന്നെ വീണ്ടും ദേവാലയം പണിയുകയും ചെയ്തു. ഇതാണ് 2ാം ദേവാലയം അല്ലെങ്കിൽ സെറൂബാബേൽ ദേവാലയം നമ്മൾ സാധാരണ പറയാറ്. ഇതിനെക്കുറിച്ചെല്ലാം വിവരണങ്ങൾ നമുക്ക് ബൈബിളിൽ കണ്ടെത്താനായിട്ട് കഴിയും. ഇതിന് ശേഷം ഈ 2ാമത്തെ ദേവാലയം സെറൂബാബേലിൻ്റെ ദേവാലയം എന്ന് പറയുന്നത് അങ്ങനെ നിലനിൽക്കെ തന്നെ ഈശോ ജനിക്കുമ്പോഴുള്ള മഹാനായ ഹെറോദസ് എന്ന് പറയുന്ന അദ്ദേഹം BC 20 മുതൽ 20-19 വർഷം മുതൽ പിന്നീട് അത് നവീകരിച്ചു. ആ ദേവാലയം നിർത്തിക്കൊണ്ട് തന്നെ നവീകരിച്ച് ഏറ്റവും വലിയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദേവാലയമായിട്ടത് മാറുന്ന ഹെറോദസിൻ്റെ കാലത്താണ്. അതിൻ്റെ പണി AD 63 വരെ നീണ്ടു നിന്നു. ഈശോയുടെ കാലത്ത് ഈ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പണികൾ 63 വരെ നീണ്ടു. പക്ഷേ 63 വരെ നീണ്ടെങ്കിലും അത് 70 ആയപ്പോൾ AD 70 ആയപ്പോഴത്തേക്കും അന്ന് റോമൻ അധിനിവേശമാണുള്ളത്. റോമാക്കാർക്കെതിരെ ഇവരിങ്ങനെ യഹൂദർ ഇടയ്ക്ക് വിപ്ലവം അഴിച്ചുവിടുന്നത് കാരണം റോമാക്കാർ AD 70 ഈ ഫസ്റ്റ് ജൂയിഷ് വാർ എന്ന് പറയും, അത് 66 മുതൽ 73 വരെയാണ്. AD 70 ഈ ദേവാലയം നശിപ്പിച്ചു കളഞ്ഞു. അതോടുകൂടി ദേവാലയത്തിൻ്റെ ദേവാലയം എന്നുള്ള കാര്യം അവസാനിച്ചു. AD 73 ഈ ആദ്യത്തെ ജൂയിഷ് വോർ അവസാനിച്ചെങ്കിലും പിന്നീട് യഹൂദർ അവിടെയൊക്കെ ഉണ്ട്. ഈ റോമായ്ക്കെതിരെയുള്ള വിപ്ലവം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് തുടർന്നു കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതിൻ്റെ അന്ത്യത്തിലാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ് ബർ കോഹ്ബ അല്ലെങ്കിൽ ബർ കൊസീബ വിപ്ലവം, 2ാമത്തെ ജൂയിഷ് വാർ ഉണ്ടാകുന്നത്. ഈ ജൂയിഷ് വാർ ഉണ്ടായപ്പോൾ റോമായ്ക്കെതിരെയുള്ള ഒരു കലാപമാണ്. ഇതുണ്ടായപ്പോൾ റോമ അതിനെ ശക്തമായിട്ട് അടിച്ചമർത്തുകയും അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ഹഡ്രിയാന് അദ്ദേഹം ജെറൂസലേം പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേരിലുള്ള ഏലിയ കാപ്പിത്തോളീന എന്ന് പറയുന്ന പുതിയൊരു സിറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ജെറൂസലേം എന്നുള്ള പേര് വരെ അന്ന് നഷ്ടമായി. മാത്രമല്ല ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് റോമൻ ദേവനായുള്ള ജുപ്പിറ്ററിന് ഒരു അമ്പലവും അദ്ദേഹം പണിതീർത്തു. ഇങ്ങനെ യഹൂദരുടെ ചരിത്രം നമുക്ക് കാണുന്നത് 1000 മുതൽ 136 ആകുമ്പോഴത്തേക്കും ഈ തുടർച്ചയായിട്ടുള്ള ആ ഒരു ചരിത്രം നമുക്കൊരു ബ്രേക്കായിട്ട് ജെറൂസലേമിൽ കാണാനായിട്ട് കഴിയും. അച്ഛാ,
അച്ഛൻ പറയുകയുണ്ടായി ജെറുസലേം അതിൻ്റെ പേര് പോലും നഷ്ടപ്പെട്ട് ഏലിയ കപ്പിത്തോലീന എന്ന ഇതിലേക്ക് മാറുകയുണ്ടായി. അത് എ ഡിയിലാണല്ലോ സംഭവിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതൊരു ക്രിസ്ത്യൻ നഗരമായി രൂപാന്തരീകരണം പ്രാപിച്ചത്? അതെങ്ങനെയാണെന്ന് വ്യക്തമാക്കാവൂ. അതുപോലെ നമുക്കറിയാമല്ലോ, ആരംഭകാലത്തിൽ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ മതമർദ്ദനത്തിൽ കീഴിലായിരുന്നു. മാത്രമല്ല, ഈ ഏലിയ കാപ്പിത്തോളിന ആക്കിയപ്പോഴത്തേക്കും ഈ ഹഡ്രിയാൻ ചക്രവർത്തി യഹൂദരെ അവിടെ നിന്ന് വിലക്കുകയും ചെയ്തു. അവിടെ പ്രവേശിക്കാൻ പാടില്ല. ഈ വിലക്ക് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്കും ബാധകമായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് അവിടെ കാര്യമായ എൻട്രൻസ് ഉണ്ടായിരുന്നില്ല. 306 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമൻ ചക്രവർത്തിയായിട്ട് വരുന്നത്. 337 വരെ ഭരിച്ചു. ഇദ്ദേഹം ആണ് മാനസാന്തരപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്. ഇദ്ദേഹം 313 AD എഡിക്റ്റ് ഓഫ് മിലാനിലൂടെ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. മാത്രമല്ല, സാവധാനം അത് ഈ ക്രിസ്തുമതം എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി മാറിയെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജെറൂസലേം ഈ പറയുന്ന സ്ഥലം ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ്, ക്രിസ്തീയ കേന്ദ്രമായിട്ട് മാറുകയാണ്. AD 326 കോൺസ്റ്റന്റൈൻ്റെ അമ്മയായിട്ടുള്ള ഹെലേന രാജ്ഞി വളരെ ഭക്തിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഇവർ ജെറൂസലേമിലേക്ക് വന്നിട്ട് ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വസ്ത സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെയെല്ലാം, അതായത് ജനിച്ച സ്ഥലം, ഈശോ മരിച്ച സ്ഥലം, കാൽവരിയിലെ സ്ഥലം, ഈശോ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം, ഇങ്ങനെ സ്ഥലങ്ങളിലെല്ലാം അവിടെ പള്ളികൾ നിർമ്മിച്ചു ഹെലേന രാജ്ഞി, കോൺസ്റ്റന്റൈൻ്റെ അമ്മ. അന്ന് മുതൽ, അതായത് 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ ഇത് വലിയ ക്രിസ്തീയ കേന്ദ്രമായിട്ട് മാറുകയും തീർത്ഥാടനം വളരെ ശക്തമായിട്ട്, ജെറൂസലേമിലേക്കുള്ള തീർത്ഥാടനം ലോകത്തെല്ലാ ഭാഗത്തു നിന്നും ആരംഭിക്കുകയും അതങ്ങനെ വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്തു. അല്ലച്ചാ, എനിക്കൊരു ഡൗട്ട്. അതായത് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ നഗരമാണല്ലോ ജെറുസലേം. പിന്നെ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക് അത് നഷ്ടമായത്? ഇതിനെ നമ്മൾ വീണ്ടും ചരിത്രത്തിലേക്ക് പോകണമല്ലേ. 638 AD 638 ഉമ്മർ, അതായത് ഈ രണ്ടാമത്തെ ഖലീഫ, അബൂബക്കർ ഉമ്മർ രണ്ടാമത്തെ ഖലീഫ എന്ന് പറയുന്ന അദ്ദേഹം 636 സിറിയ ജോർദാൻ അതിർത്തിയിലുള്ള യർമൂക്ക് നദിയിൽ അവിടെ ഉള്ള യുദ്ധത്തിൽ ബൈസന്റൈൻ ചക്രവർത്തിയെ പരാജയപ്പെടുന്നതോടുകൂടി ആ യുദ്ധം നയിച്ചിരുന്നതൊന്ന് ഖാലിദ് ഇബിൻ അൽ വാലിദാണ്. 6 ദിവസ യുദ്ധമാണ്. യുദ്ധത്തിൽ അവർക്ക് സിറിയ പലസ്തീനയിലെ കൺട്രോൾ നഷ്ടമായി. സിറിയ പലസ്തീനിലെ കൺട്രോൾ നഷ്ടമായി എന്ന് പറഞ്ഞാൽ ജെറൂസലത്തിൻ്റെ കൺട്രോൾ നഷ്ടമായി. ആ യുദ്ധത്തിന് ശേഷം ഈ പട്ടാളം സാവധാനം ജെറൂസലേമിലേക്ക് നിന്ന് 636 തന്നെ ഇവർ ജെറൂസലേത്ത് വന്ന് ഉപരോധം ഏർപ്പെടുത്തി. 2 വർഷത്തെ ആ ഉപരോധത്തിന് ശേഷം 638 ജെറൂസലേം പൂർണ്ണമായിട്ടും അവർക്ക് കീഴടങ്ങുകയുണ്ടായത്. ആ കീഴടങ്ങിയതിന് ശേഷം ഉമ്മർ അവിടെ എത്തുകയും, ഉമ്മർ അന്നുള്ള പ്രത്യേകത, ഈ ജെറൂസലേം എന്ന് പറയുന്ന ഈ ടെമ്പിൾ മൗണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഈ സ്ഥലം ഇങ്ങനെ ഈ ഈശോ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും മത്തായിയുടെ 24-ാം അധ്യായത്തിലും ഒക്കെ ഇത് കല്ലുമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്നൊരു വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് ബൈസന്റൈൻ ക്രിസ്ത്യാനികൾ ഹെലേന രാജ്യക്ക് ഈ സ്ഥലം വെറുതെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം ഈശോ ശപിച്ചൊരു സ്ഥലമാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ. ആ സ്ഥലം അങ്ങനെ കടന്നതുകൊണ്ട് അവിടെ വന്നിട്ട് ഉമ്മർ അവിടെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന ഇങ്ങനെ ഒരു ചെറിയ അപകടകരമായൊരു കാര്യമാണെന്ന് ഓർത്തു കൊള്ളണം. പ്രാർത്ഥിച്ചു. ആ സ്ഥലത്താണ് ഇവർ പിന്നീട് അൽ അക്സ മോസ്ക് പണിയുന്നത്. അപ്പോൾ അങ്ങനെ ജെറൂസലേം പിടിച്ചെടുത്തതോടുകൂടി വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്ക് അതിൻ്റെ കൺട്രോള് അന്ന് നഷ്ടമായി. അച്ഛാ, എനിക്ക് പിന്നെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് 632 അവരുടെ പ്രവാചകൻ മുഹമ്മദ് മരിക്കുകയുണ്ടായി. പിന്നെ ജെറുസലേം കീഴ്പ്പെടുത്തുന്നത് 638 പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിന് ജെറുസലേം ഒരു വിശുദ്ധ നഗരമാകുന്നത്? അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജെറൂസലേമിൻ്റെ പേര് ഖുറാനിലില്ല. അതതിനകത്ത് റെഫറൻസ് ഉണ്ടാകാനുള്ള ചരിത്രവും ഇല്ല. നമുക്കറിയാം മുഹമ്മദിൻ്റെ ചരിത്രം അറിയാം. അദ്ദേഹം ഈ മെക്കയിൽ ജീവിച്ചിരുന്ന ആളാണ്. അവിടെ ഖുറൈശികളുടെ ആരാധന സ്ഥലം ഉണ്ടായിരുന്നു, കാബയുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം പുതിയ മതം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് പലായനം ചെയ്യേണ്ടി വന്നു. 622 അദ്ദേഹം അവിടുന്ന് മെദീനയിലേക്ക് പോയി. അവിടെ സാവധാനം ഒരു കമ്മ്യൂണിറ്റിക്ക് രൂപം കൊടുത്തതിന് ശേഷം അവിടെ പ്രോഫറ്റ്സ് മോസ്ക് എന്ന് പറയുന്ന അൽ മസ്ജിദ് അൽ നബാവി ഒക്കെ പണിതു. അവിടെ ഒരു പുതിയ സാമൂഹിക സാമ്പത്തിക പട്ടാള നിയമമുള്ളൊരു സംവിധാനം രൂപീകരിക്കുകയും ചെയ്തു.
അങ്ങനെ മദീന ഇവരുടെ ആദ്യത്തെ പൊളിറ്റിക്കൽ ക്യാപിറ്റലായിട്ട് മാറുകയാണ്. അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട പല യുദ്ധങ്ങളും നടത്തിയത്. അതിനുശേഷം 630 അദ്ദേഹം തിരിച്ചു വന്ന് മെക്ക പിടിച്ചെടുത്തിട്ട്, അത് ഖുറൈശികളുടെ ആരാധന കേന്ദ്രമായിരുന്നു, അത് പിടിച്ചെടുത്തിട്ട് അത് ഇവരുടെ ഏറ്റവും വിശുദ്ധ വലിയ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി മുഹമ്മദിൻ്റെ കാലശേഷം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമായിട്ട് ഈ മെദീന തുടരുന്നത് നമുക്ക് കാണാം. സാവധാനം ഈ തലസ്ഥാനവും മാറി വരുന്നുണ്ട്. അങ്ങനെ മുഹമ്മദിൻ്റെ കാലത്തും അതിനുശേഷവും മെദീനയാണ് ഇവരുടെ പ്രധാനപ്പെട്ട തലസ്ഥാനം, മെക്കയാണ് ആരാധനാ സ്ഥലം. നമുക്കറിയാവുന്നതുപോലെ മുഹമ്മദിൻ്റെ കാലശേഷം ഖലീഫയായിട്ട് വരുന്നത് അബൂബക്കറാണ്, പിന്നീട് ഉമ്മറാണ്, പിന്നെ ഉസ്മാനാണ്, പിന്നെ അലിയാണ്. ഇവരെയാണ് റഷിദൂൻ ഖലീഫന്മാരെന്ന് പറയുന്നത്, അതായത് നിയമാനുസൃതമായ ഖലീഫന്മാരെന്ന് സുന്നി ഇസ്ലാം പറയുന്നത്. ഈ സമയത്ത് ഇവർ വലിയ പടയോട്ടങ്ങൾ നടത്തി ഈ നോർത്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും പേർഷ്യയിലും എല്ലാം ഇവരുടെ സാമ്രാജ്യം വ്യാപിപ്പിച്ചു. കാരണം ഇതൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനമാണെന്ന് അറിയാമല്ലോ. ഈ കാലഘട്ടത്തിൽ ഉസ്മാൻ്റെ കാലം വന്നപ്പോൾ, അതായത് ഉമ്മർ കഴിഞ്ഞിട്ട് ഉസ്മാൻ മൂന്നാമത്തെ ഖലീഫയുടെ കാലം വന്നപ്പോഴത്തേക്കും സിറിയയിലെ ഉമ്മയാദ് ഗോത്രത്തിൻ്റെ നേതാവ്, ഇത് പല ഗോത്രങ്ങളുണ്ടല്ലോ ഇപ്പോൾ, ഉമ്മയാദ് ഗോത്രത്തിൻ്റെ നേതാവായിട്ടുള്ള മുആവിയ സിറിയയുടെ ഗവർണറാണ്. ഇദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് ഇവർ പക്ഷപാതം കാണിക്കുന്നു, ഉമ്മർ പക്ഷപാതം കാണിക്കുന്നു എന്നുള്ളൊരു ഒരു ചെറിയ വിപ്ലവം, കലാപം അവിടെ സാവധാനം രൂപപ്പെട്ട് വരുന്നത് നമ്മൾ കാണാം. അങ്ങനെ ഒരു സമയത്ത് ഈ ശത്രുക്കൾ ഉസ്മാനെ വധിച്ചു. 656 ഇദ്ദേഹത്തെ വധിച്ചു. അത് ഇവരാണ് വധിച്ചതെന്നല്ല, അദ്ദേഹം വധിക്കപ്പെട്ടു. ആ വധിക്കപ്പെട്ടപ്പോഴാണ് അലി ഖലീഫയായിട്ട് വരുന്നത്. അലി ഖലീഫയായിട്ട് വന്നപ്പോഴത്തേക്കും ഈ മുആവിയ അലിയെ അംഗീകരിച്ചില്ല. എന്നിട്ട് അദ്ദേഹം അങ്ങനെ വന്നു, അദ്ദേഹത്തിനെതിരെ വിപ്ലവം അഴിച്ചുവിട്ടു. ഇതാണ് ഫസ്റ്റ് ഫിത്ന എന്ന് പറയുന്നവർ, ആദ്യത്തെ ഒരു വിപ്ലവം 656 മുതൽ 661 വരെ. 661 ഈ അലി മരിച്ചപ്പോൾ ഇദ്ദേഹം സ്വയം അധികാരം പിടിച്ചെടുത്തു. മുആവിയ സിറിയൻ ഗവർണറായിരുന്നു. മുആവിയ അധികാരം പിടിച്ചെടുക്കുകയും ഉമ്മയാദ് രാജവംശത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇദ്ദേഹം ഇതിൻ്റെ അധികാരിയായിട്ട് വരുന്നത്. എന്നിട്ട് ഇദ്ദേഹം മെക്കയിലെ ഈ മെദീനയിലെ അവരുടെ തലസ്ഥാനം അദ്ദേഹം ദമാസ്കസിലേക്ക്, സിറിയയിലേക്ക് മാറ്റി. മാത്രമല്ല അന്ന് വരെ ഒരു ഇലക്ഷൻ പോലെ ഒരു സംവിധാനമാണ് ലീഡർഷിപ്പിനുണ്ടായിരുന്നെങ്കിൽ അതൊരു പരമ്പരാഗതമായ ലീഡർഷിപ്പായിട്ട് അദ്ദേഹം കൺവേർട്ട് ചെയ്തു. അങ്ങനെ കൺവേർട്ട് ചെയ്യുകയും പട്ടാള ശൈലിയിലുള്ള ഒരു ഭരണം നേതൃത്വം ആരംഭിക്കുകയും ചെയ്തു. ഇത് 750 വരെ ഈ ഉമ്മയാദ് രാജവംശം നീണ്ടുപോകുന്നത് കാണാം. ഇദ്ദേഹം ഖലീഫയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ പലയിടത്തും കലാപമൊക്കെ ഉണ്ടായെങ്കിലും ഇദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. മാത്രമല്ല സിറിയൻ പട്ടാളത്തിൻ്റെ ബാക്ക് ഉണ്ടായിരുന്നു. പിന്നെ എതിർ കക്ഷികളുടെ ബലഹീനതകൾ പുള്ളി നന്നായിട്ട് ചൂഷണം ചെയ്ത് അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു. അങ്ങനെയാണ് 750 വരെ ഈ രാജവംശം തുടർന്നു പോകുന്നത്. ഈ ഉമ്മയാദുകളെ കീഴ്പ്പെടുത്തി 750 ഈ ഭരണം പിടിക്കുന്നത് അബ്ബാസിദുകളാണ്. പക്ഷേ ഉമ്മയാദുകളാണ് ജെറൂസലം വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ കേന്ദ്രമാക്കി രൂപാന്തരപ്പെടുന്നത്. അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ 638 ജെറൂസലം പിടിച്ചെടുത്ത് നമ്മൾ പറഞ്ഞല്ലോ. ആ പിടിച്ചെടുത്തതിന് കഴിഞ്ഞപ്പോൾ ഈ അവിടെ അന്ന് ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടെ അന്ന് ഈ പണികളോ പള്ളികളോ അൽ-അഖ്സ മോസ്കോ ഡോം ഓഫ് ദ റോക്ക് ഒന്നുമില്ല. അതിനുശേഷം 691 ഇവർ ഡോം ഓഫ് ദ റോക്ക്, നമുക്ക് ജെറൂസലത്തിൽ എന്നാൽ ഇങ്ങനെ ഈ ഡോം ഓഫ് ദ റോക്ക്, പഴയ ദേവാലയത്തിൻ്റെ സ്ഥലത്തൊരു വലിയൊരു ഇത് കാണാം, അത് പണിയുന്നത്. അതിനുശേഷം 7-8 നൂറ്റാണ്ടുകളിലാണ് അൽ-അഖ്സ മോസ്ക് പണിയുന്നത്. അത് തുടങ്ങുന്നത് അബ്ദൽ മാലിക് എന്ന് പറയുന്ന അദ്ദേഹം പണി ആരംഭിച്ചു. അതിനുശേഷം പണി അവസാനിക്കുന്നത് അൽ വാലിദ് എന്ന് പറയുന്ന 705 മുതൽ 715 വരെ അധികാരത്തിലിരുന്ന ഈ ഖലീഫയുടെ കാലത്താണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പണി തീർന്ന അൽ-അഖ്സ മോസ്ക് എങ്ങനെ ഖുറാനിൽ വരും? ഖുറാനിൽ അവർ പോയി കണ്ടു എന്നൊക്കെയാണല്ലോ പറയുന്നത്. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ 72 നമ്മൾ പറഞ്ഞു ഈ ദേവാലയം ടോട്ടലി പോയിട്ടുണ്ട്. 70-72 കാലഘട്ടത്തിൽ റോമാക്കാർ ദേവാലയം നശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഈ അൽ-അഖ്സ മോസ്ക് പണിയുന്നത് 705-715 കാലഘട്ടത്തിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനിടയിൽ എങ്ങനെയാണ് അവിടെ ഒരു അൽ-അഖ്സ മോസ്ക് ഉണ്ടാകുന്നത്? അപ്പോൾ ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു ഇനി എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇക്കാലഘട്ടങ്ങളിൽ മെക്കയിലേക്കാണ് എല്ലാവരും തീർത്ഥാടനം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മെക്കയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു. മാത്രമല്ല ഈ മുആവിയയ്ക്ക് അവിടെ വലിയ കൺട്രോൾ ഇല്ലെന്ന് വിചാരിക്കാം, കാരണം അത്രയും ദൂരെയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ ഉമയാദുകൾ ജെറൂസലേം ഒരു മതകേന്ദ്രമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അവിടേക്ക് പോവുക,
അവിടെ ആരാധന നടത്തുക, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മാറി. അങ്ങനെ ഇവരുടെ കാലത്താണ് മെക്കയ്ക്ക് പകരമുള്ള ഒരു കേന്ദ്രമായിട്ട് ജെറൂസലം മാറുന്നത്. എന്നാൽ തുടർന്ന് വന്ന അബ്ബാസിദുകൾ 750 മുതൽ 1258 വരെ വരുന്ന അബ്ബാസിദുകൾ മെക്കയുടെ സ്ഥാനം പുനഃസ്ഥാപിച്ചു എന്നുള്ളത് ശരിയാണ്. എങ്കിലും ഈ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമായതുകൊണ്ട് ജെറൂസലേമിലേക്കുള്ള തീർത്ഥാടനവും കാര്യങ്ങളും എല്ലാം അവർ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അച്ഛൻ പറയുകയുണ്ടായല്ലോ, ഈ ഉമ്മയാദുകൾ ജെറുസലേം പിടിച്ചടക്കി. പിന്നീട് ക്രിസ്ത്യൻ വിശുദ്ധ സ്ഥലങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ ഉയരുകയാണ്. ഉമ്മയാദുകളെ കീഴ്പ്പെടുത്തിയ അബ്ബാസിദുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അബ്ബാസിദുകൾ പിന്നീട് ഈ ദമാസ്കസിൽ നിന്ന് വീണ്ടും ഇതിൻ്റെ തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റുകയും മെക്ക വിശുദ്ധ സ്ഥലമായിട്ട് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ 969 കൈറോയിൽ നിന്നും യമനിൽ നിന്നൊക്കെ വരുന്ന ഫാത്തിമിഡുകൾ, അതായത് മുഹമ്മദിൻ്റെ മകളുടെ ബന്ധുക്കളെന്നാണ് പറയുന്നത്, മകളായ ഫാത്തിമയുടെ ബന്ധുക്കൾ, പിൻഗാമികൾ, ഇവർ വന്നിട്ട് ജെറൂസലേം അബ്ബാസിദുകളിൽ നിന്ന് പിടിച്ചെടുത്തു. ഇങ്ങനെ പിടിച്ചെടുത്തതിൽ ഇവർ ഷിയാക്കളാണെന്ന് ഓർക്കണം. ഇതുവരെ നമ്മൾ കണ്ട സുന്നികളാണെങ്കിൽ ഷിയാക്കളാണ്. അവർ പിടിച്ചെടുത്തതിനകത്ത് ഈ ഫാത്തിമിഡുകളിൽ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ക്രിസ്തുവിരോധിയായിട്ടുള്ള ഒരു ഖലീഫയുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് അൽ ഹക്കിം ബി അമർ അള്ള എന്ന് പറയുന്നത്. ഇദ്ദേഹം ജെറൂസലേമിൽ കർത്താവിൻ്റെ ഖബറുകളും ദേവാലയമൊക്കെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു. വാസ്തവത്തിൽ ഈ കാലം വരെയും നമുക്കറിയാം, ജെറൂസലേത്ത് പോയാൽ പല ഖബറിടങ്ങൾ കാണാം. 1-ാം നൂറ്റാണ്ടിലെയും അതിനു മുമ്പും ഉള്ളതും അതിന് ശേഷമുള്ളതുമായിട്ടുള്ള പല കല്ലറകൾ. ഇങ്ങനെ നമ്മൾ ഈ മൃതശരീരം വയ്ക്കുന്ന കല്ലിനുള്ളിലുള്ള അറകൾ കാണാം. ഇങ്ങനെ കർത്താവിൻ്റെ ഖബറിടം പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ ഈ മൃതശരീരം വെക്കുന്ന വിധത്തിലുള്ള കല്ലറ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇന്ന് നമ്മൾ ഈ ഹോളി സെപ്പൾക്കറിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ കബറുള്ളതിൻ്റെ പുറകിലുള്ള സിറിയൻ ചാപ്പൽ എന്ന് പറയുന്നതിനകത്തും ഈ കബറിടങ്ങൾ നമുക്ക് കാണാം, ഒറിജിനൽ പഴയ കാലത്തുള്ളത്. ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഈ ഹക്കിം ഇത് മുഴുവൻ കുത്തിപ്പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഈ ഹോളി സെപ്പൾക്കറിൽ ചെല്ലുകയാണെങ്കിൽ അതറിയാവുന്നവർക്ക് ഈ സെപ്പൾക്കറിൻ്റെ കർത്താവിൻ്റെ കബറിൻ്റെ തൊട്ട് പുറകിൽ ചെന്നാൽ ആ പഴയ കബറിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കല്ല് മാത്രമേ കാണാനുള്ളൂ. ബാക്കിയെല്ലാം ഇദ്ദേഹം വന്ന് നശിപ്പിച്ച് കളഞ്ഞു. കാരണം അതങ്ങനെ ഒരു വിരോധമാണല്ലോ, ഇത് ഒരു വൈകാരികമായിട്ടൊരു പൊസിഷനാണ്. അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞെങ്കിലും പിന്നീട് കുറേ നാളത്തേക്ക് അവിടെ ഉപയോഗശൂന്യമായി കിടക്കുകയോ അത് ഒരു മോസ്കായിട്ട് മാറുകയോ ചെയ്തു. അതുപോലെ തന്നെ ഈ ദേശത്തുള്ള പല പള്ളികളും ഇദ്ദേഹം മോസ്കുകളായിട്ട് മാറ്റി. പിന്നീട് വന്ന ആളുകൾ ഇത്രയും ക്രൂരന്മാരായിരുന്നില്ല. 1930 ഈ പള്ളികൾ പലതും പുനർനിർമ്മിക്കാനായിട്ട് ഇവർ തന്നെ അനുവാദം, അതായത് ഈ ഖലീഫുമാർ, ഇദ്ദേഹമല്ല പിന്നീട് വന്ന ആൾ അനുവാദം നൽകി. അതിനുശേഷം ഈ ഫാത്തിമുകളെ കീഴ്പ്പെടുത്തുന്നത് സെലയൂക്കുകളാണ്. ഇവർ ഏഷ്യക്കാരാണ്. ഇവർ പേർഷ്യ, ഇറാഖ് ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. അവർ 1055 ബാഗ്ദാദ് കീഴ്പ്പെടുത്തി അബ്ബാസുകളുടെ സംരക്ഷകനായി. പിന്നീട് 1071 AD ഇവർ ബൈസൻ്റിൽ നിന്ന് തുർക്കിയിലെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തു. 1073 ജെറൂസലേമിലേക്ക് മാർച്ച് ചെയ്ത് അവർ ഫാത്തിമിഡുകളിൽ നിന്ന് ജെറൂസലേം പിടിച്ചെടുത്തു. പിന്നീട് കുറച്ച് നാളത്തേക്ക് അവർ തിരിച്ചു പിടിച്ചുവെങ്കിലും ഈ സെലയൂക്കുകളാണ് പിന്നീട് ഈ ജെറൂസലേമിൻ്റെ നിയന്ത്രണത്തിൽ വന്നത്. പക്ഷെ അന്നേരം ഉണ്ടായ മറ്റൊരു അത്യാഹിതം എന്താണെന്ന് ചോദിച്ചാൽ, ജെറൂസലേത്തിലേക്കുള്ള തീർത്ഥാടനം, ക്രിസ്ത്യാനികൾ തീർത്ഥാടനം ഇവർ തടഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ എത്തിച്ചേരുന്ന ആളുകളെ ഇങ്ങനെ ഹരാസ് ചെയ്യുകയും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോലും ക്രിസ്ത്യാനികൾക്ക് അവകാശമില്ല എന്നൊരു സാഹചര്യം സംജാതമായപ്പോഴാണ് ഈ ബൈസൻ്റൻ എംപറർ മാർപ്പാപ്പയോട് ചോദിക്കുകയും ആദ്യത്തെ കുരിശുയുദ്ധം പുറപ്പെടുകയും ചെയ്യുന്നത്. അത് വിശുദ്ധ സ്ഥലങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള യൂറോപ്പിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. 1096 കുരിശുയുദ്ധക്കാർ വിശുദ്ധനാട്ടിലേക്ക് പുറപ്പെട്ടു. 1097 നിക്യ പിടിച്ചെടുത്തു. 98 അന്ത്യോക്യ പിടിച്ചെടുത്തു. 1099 അവർ ജെറൂസലേമിലെത്തി. അവർ ജെറൂസലേം പിടിച്ചടക്കി അതൊരു ക്രിസ്ത്യൻ കേന്ദ്രമാക്കി മാറ്റി. അച്ഛൻ പറയുകയുണ്ടായല്ലോ, കുരിശുദ്ധക്കാരുടെ സമയത്താണല്ലോ പല പട്ടണങ്ങളും പല ദേവാലയങ്ങളും നിർമ്മിക്കപ്പെട്ടത്. അന്നുണ്ടായിരുന്ന ദേവാലയങ്ങളും ഇന്നുണ്ടായിരുന്ന പല ദേവാലയങ്ങളും പിന്നീട് എങ്ങനെയാണ് അത് നഷ്ടമായത്? അതൊരു നല്ല ചിന്തയാണ് അമലെ. ഈ കുരിശുദ്ധക്കാർ പണിത ദേവാലയങ്ങളാണ് പലതും നമ്മളിന്ന് ഹോളി ലാൻഡിൽ കാണുന്നത്. ഇവരത് പിടിച്ചെടുത്ത്, കാര്യം അതിനു മുമ്പ് പലതും നശിപ്പിച്ചു, അല്ലെ മോസ്കൊക്കെ മാറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ കുരിശുദ്ധക്കാർ അതൊക്കെ തിരിച്ചു പിടിക്കുകയും ദേവാലയങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ കാണുന്ന ഹോളി സെപ്റ്റംബർ കുരിശുദ്ധക്കാർ നിർമ്മിച്ച കെട്ടിടം തന്നെയാണ്. അങ്ങനെ പല കെട്ടിടങ്ങളും. പക്ഷേ 1100 ഏതാണ്ട് 100 വർഷം 1187 അയ്യൂബിദ് ഡൈനാസ്റ്റിയുടെ സലാദീൻ, ഇദ്ദേഹം ഈ കുരിശുദ്ധക്കാർ
ഈജിപ്ത് സിറിയയിൽ നിന്ന് വരുന്നതാണ്. ഇദ്ദേഹം വന്നിട്ട് കുരിശുദ്ധക്കാരെ കീഴ്പ്പെടുത്തി, എന്നിട്ട് ജെറൂസലം തിരിച്ചു പിടിച്ചതോടുകൂടി പിന്നീട് വന്ന കുരിശുദ്ധക്കാർ 1229 മുതൽ 44 വരെ വീണ്ടും അധികാരം പിടിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ കുരിശുദ്ധക്കാർക്ക് ഈ സ്ഥലമൊക്കെ നഷ്ടമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് വരുന്നത് മാമലോക്ക് രാജവംശമാണ്. 1250 ഈ അയ്യൂബിദുകളെ മധ്യ ഏഷ്യയിൽ വരുന്ന മാമലൂക്കുകൾ കീഴ്പ്പെടുത്തി. മാമലൂക്കുകളുടെ കാലത്ത് ക്രിസ്ത്യാനികൾ അവർക്ക് ധിമ്മി സ്റ്റാറ്റസ് ആണ് കൊടുത്തത്. നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അവർക്ക് പൂർണ്ണമായ സിറ്റിസൺഷിപ്പില്ല, പള്ളികൾ പുതുക്കി പണിയാൻ പാടില്ല, ജിസിയ കൊടുക്കണം. തീർത്ഥാടകർക്ക് ജെറൂസലേമിലേക്ക് പ്രവേശിക്കാമെങ്കിലും അതിനൊരു ഫീ കൊടുക്കേണ്ടി വന്നിരുന്നു ക്രിസ്ത്യാനികൾക്ക്. അത് ഈ മാമലൂക്കുകളുടെ കാലത്താണ്. രാഷ്ട്രീയ പട്ടാള ജോലികൾ ക്രിസ്ത്യാനികൾക്ക് അന്ന് അവിടെ, ഇതിനു തൊട്ട് മുമ്പ് രാജവംശമായിരുന്നു ഓർക്കണം, അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. 1517 ഓട്ടോമാൻ തുർക്കികൾ മാമലൂക്കുകളെ കീഴ്പ്പെടുത്തുകയും ജെറൂസലേം ഇവരെല്ലാം സുന്നികളാണ്, അവരുടെ കീഴിൽ വരികയും ചെയ്തു. അന്നും ഈ ക്രിസ്ത്യാനികൾക്ക് ദിമ്മിയുടെ സ്റ്റേറ്റസ് ആണുള്ളത്, അവരുടെ നിലയാണുള്ളത്. പക്ഷേ കുറച്ചും കൂടെ ക്രമീകൃതമായിട്ടുള്ള ഒരു സംവിധാനം ഈ ഓട്ടോമാൻ തുർക്കികൾ അവതരിപ്പിച്ചു. അതായത് പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ അവിടെയുണ്ട്. ആ പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ആളുകൾക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ ചില കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള അനുവാദമൊക്കെ ഈ ഓട്ടോമാൻ തുർക്കികൾ കൊടുത്തു. സാമ്പത്തിക ലാഭം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഓട്ടോമാൻ തുർക്കികൾ തീർത്ഥാടനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് വരുമാനമുണ്ട്. ചില പള്ളികൾ നവീകരിച്ചു. അത് സുലൈമാൻ ദ മാഗ്നിഫിസൻ്റ് എന്ന് പറയുന്ന ഈ സുൽത്താനാണത് ചെയ്യുന്നത്. ചില സുൽത്താൻമാർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ തിരിച്ചും മറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഓട്ടോമാൻ തുർക്കികളെ കാരണം കാണാം. ഈ 19-ാം നൂറ്റാണ്ടിൽ തീർത്ഥാടനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും അവരുടെ ആളുകൾ ഈ ഹോളി ലാൻഡിലുള്ള ഓരോ പള്ളികളിലൊക്കെ എങ്ങനെയെങ്കിലും പ്രവേശിക്കാനും സ്വാധീനം ഉപയോഗിച്ചോ പണം കൊടുത്തോ ഒക്കെ പ്രവേശിക്കാനായിട്ടൊക്കെ സ്വാധീനിച്ചു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ വിശുദ്ധ നാട്ടിൽ ചെല്ലുമ്പോൾ പല പള്ളികളിലും നമ്മൾ പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ കാണാൻ കഴിയും. ഉദാഹരണം ഹോളി സെപ്പൽക്ചർ ചെന്നാൽ അവിടെ ഈ പറയുന്ന ലത്തീൻ കത്തോലിക്കരുണ്ട്, പിന്നെ ഓർത്തഡോക്സുകാരുണ്ട്, അർമേനിയൻസ് ഉണ്ട്, ഇങ്ങനെ പല സിറിയൻസ് ഉണ്ട്. എല്ലാവരും ഇവിടെ ഈ ഒരു പള്ളിക്കകത്ത് കാണുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഈ ഒരു കാലഘട്ടമാണ്. പിന്നീട് വന്നത് ബ്രിട്ടീഷ് മാൻഡേറ്റ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ബ്രിട്ടീഷ് മാൻഡേറ്റ് കാലത്തൊരു പ്രത്യേകത, ഒരു ക്രിസ്ത്യൻ സാമ്രാജ്യം എന്ന് പറയാനായിട്ട് ഉള്ള ഒരു നിലയിലല്ല അവർ പോകുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരും ഈ വിശുദ്ധ സ്ഥലങ്ങളുടെ ഒരു കാര്യത്തിൽ അവർ ഇടപെട്ടില്ല. രണ്ടാമത് സ്റ്റാറ്റസ് ക്വോ, അതായത് തൽസ്ഥിതി അവർ തുടർന്നു. എല്ലാവർക്കും എല്ലായിടത്തും പ്രവേശനം അനുവദിച്ചു. അതായത് എല്ലാ പള്ളികളിലും എല്ലാവർക്കും പ്രവേശിക്കാം അനുവദിച്ചു. തീർത്ഥാടനം പ്രോത്സാഹിപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്തുള്ളൂ. അൽ-അഖ്സ, ഡോം ഓഫ് ദ റോക്ക് എന്നീ സ്ഥലങ്ങളുടെ നിയന്ത്രണം പലത് പഴയതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ കീഴിൽ ഇവർ നിലനിർത്തി. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുമ്പോട്ട് പോയത്. 1920-30 കാലഘട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ യഹൂദരുടെ വെസ്റ്റേൺ വാളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ യഹൂദന്മാരെ കുറിച്ച് കാണുമ്പോൾ പഴയ ദേവാലയത്തിൻ്റെ, അതായത് കണ്ണീരിൻ്റെ മതിലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യഹൂദന്മാരെ കാണാറുണ്ട്. അതിൻ്റെ പിന്നിലെ ചരിത്രം ഒന്ന് വ്യക്തമാക്കാം. അതേപോലെ ഈ പടിഞ്ഞാറൻ മതിൽ അല്ലെ കണ്ണീരിൻ്റെ മതിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവാലയ ആ പ്ലാറ്റ്ഫോമിൻ്റെ ടെമ്പിൾ മൗണ്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പൊക്കമുള്ള 10 മുതൽ 20 മീറ്റർ വരെ പൊക്കമുള്ള ആ മതിലാണ്. ഇതാണ് വിശുദ്ധരുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഹോളി പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നത്. അവരവിടെ പോയി വിലപിക്കുന്നു. ദേവാലയം നശിച്ചു പോയതിന് ശേഷം അവർക്കൊരിക്കലും ദേവാലയം ഉണ്ടായിരുന്നിട്ടില്ല. അതുകൊണ്ട് അത് അവർ ഏറ്റവും വിശുദ്ധ സ്ഥലമായിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ കീഴിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സിനഗോഗും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയി പ്രവേശിക്കാവുന്നതാണ്. അവരുടെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് 1517 മുതൽ 917 വരെ ഈ തുർക്കികൾ ഇവരെ അവിടെ പ്രാർത്ഥിക്കാൻ അനുവദിച്ചിരുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അവരെ അവിടെ അതിനു മുമ്പ് അവർക്ക് അങ്ങനെ കാര്യമായിട്ട് പ്രവേശനമില്ലല്ലോ, അനുവദിച്ചിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷിൻ്റെ കാലത്ത് ഇത് അതുപോലെ തുടർന്നു. അതായത് തൽസ്ഥിതി നിലനിർത്തുകയാണ് ബ്രിട്ടീഷ് പോളിസി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 1929 ഒരു വെസ്റ്റേൺ വാൾ ട്രയൽസ് നടക്കുന്നുണ്ട്, ഒരു വിപ്ലവം നടക്കുന്നുണ്ട്. അപ്പോൾ പല കലാപം ഉണ്ടാവുകയും പലരും മരിക്കുകയും ചെയ്തു. 1948 അറബ് ഇസ്രായേലി വോറിൽ
ജോർദാൻ ഈ ഭാഗം പിടിച്ചെടുത്തതിന് ശേഷം ഇവരിന്ന് ഈ പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലം ഒരു ഈ റെഫ്യൂജികൾക്ക് വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് അതിൻ്റെ പേര് മുഗ്രാബി ക്വാർട്ടർ എന്ന പേരിൽ രൂപാന്തരപ്പെടുത്തുകയും അവിടെ എങ്ങനെ ആളുകൾ താമസിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദന്മാർക്ക് അവിടെ പ്രവേശനമില്ല. തീർച്ചയായിട്ടും ഒരു യുദ്ധം നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. 1967 ഈ യഹൂദർ ഈസ്റ്റ് ജെറൂസലേം ജോർദാനിൽ നിന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ടെമ്പിൾ മൗണ്ടും വെസ്റ്റേൺ വാളും ഇതെല്ലാം ഇവരുടെ കസ്റ്റഡിയിൽ വന്നു. മുഗാബി കാർട്ടർ അവരെ ക്ലിയർ ചെയ്തതിന് ശേഷം അവിടെ പ്രാർത്ഥനയ്ക്ക് പറ്റുന്ന സ്ഥലമാക്കി മാറ്റി. അങ്ങനെയാണ് ഈ വെസ്റ്റേൺ വാളിൻ്റെ സ്ഥലത്ത് ഇവർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നത്. അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവർക്ക് അവിടെ ഫ്രീ ആയിട്ട് ഈ ദേവാലയത്തോട് ചേർന്നുള്ള എവിടെയെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ കാലത്താണ്, ഈ 67 ശേഷമാണ്. എന്നാൽ ഈ ടെമ്പിൾ ഇന്നുള്ള മൗണ്ടിൻ്റെ നിയന്ത്രണം ഇരിക്കുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലല്ല. അതായത് പൊതു നിയന്ത്രണം, രാജ്യത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്, സെക്യൂരിറ്റി നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലാണെങ്കിലും ആ ടെമ്പിൾ മൗണ്ട് ഭരിക്കുന്നത് പഴയ ഇവരുടെ 1994 ഇസ്രായേൽ ജോർദാൻ ഉടമ്പടി അനുസരിച്ച് ജോർദാനിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡാണ് ഇതിൻ്റെ നിയന്ത്രണവും. ഈസ്റ്റ് ജെറൂസലേമിലുള്ള ഈ മുസ്ലിങ്ങളുടെ എല്ലാ പള്ളികളുടെയും ഒക്കെ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. അങ്ങനെ ജെറൂസലേമിലുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ്. ടെമ്പിൾ മൗണ്ട് അതിൻ്റെ നിയന്ത്രണം ജോർദാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്നാൽ സെക്യൂരിറ്റി ആ പ്രദേശമെല്ലാം ഇസ്രായേലിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ വരുന്നതാണല്ലോ. വെസ്റ്റേൺ വാൾ അവർക്കിപ്പോൾ ഫ്രീ എൻട്രൻസ് ഉണ്ട്. മറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ സ്ഥലങ്ങളിൽ പ്രവേശനമുണ്ട്. വിശുദ്ധ സ്ഥലങ്ങൾ നമ്മുടെ പള്ളികളിലൊക്കെ ആണെങ്കിൽ ഒരു പള്ളി തന്നെ പല സഭകളും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണാം. അതിൻ്റെയൊക്കെ താക്കോലുകൾ ഇരിക്കുന്നത് ഓരോ മുസ്ലിം കുടുംബങ്ങളുടെ കയ്യിലൂടെയാണ്. ജെറുസലേമിൻ്റെ ചരിത്രം, അതിൻ്റെ പിന്നാമ്പുറങ്ങൾ, ഇപ്പോഴത്തെ ജെറുസലേം വ്യക്തവും ശക്തവുമായി നമ്മോട് പറഞ്ഞു വെച്ച ബഹുമാനപ്പെട്ട തറൈക്കടവിലച്ചന് എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്.